ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഹാപ്പി സൺഡേ. എൻ്റെ പേര് ഹാഷിം വി ആർ ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നടന്നിരിക്കുന്നത് സ്ട്രഗിൾ എന്ന എൻ്റെ തീമിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുമായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് ആണെന്ന് പറയാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ടാഗ് ലൈനാണ് സിമ്പിൾ ആൻഡ് മൈൻഡ് ബ്ലോയിങ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ ബിഗിനിങ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം, അത് സത്യത്തിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് നടന്നില്ല. കാരണം അത് റിഹേഴ്സലൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്, ഞങ്ങളുടെ ടീമിൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഒരു ലൊക്കേഷനായിരുന്നു. അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറൻ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റ്. എൻ്റെ നാട് കോഴിക്കോടാണ്. ഞാൻ കോഴിക്കോടുള്ള ഓൾമോസ്റ്റ് റെസ്റ്റോറൻറ്റ് ഞാൻ പോയി. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ക്രൂ എന്ന് പറയാം, എല്ലാ ആർട്ടിസ്റ്റ്, അതുപോലെ എൻ്റെ ക്യാമറമാൻ, എൻ്റെ അസിസ്റ്റൻസൊക്കെ അതിൽ ഞങ്ങൾ ഭാഗമായിട്ട് ഞങ്ങളതിൻ്റെ ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റി. ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ പോയി കണ്ടു സംസാരിച്ചു. പക്ഷേ ആരുടെ ഭാഗത്തുനിന്ന് വലിയൊരു സപ്പോർട്ടിന് കിട്ടില്ല. കിട്ടുന്ന മെയിൻ കാരണം വെച്ചാൽ അവർ ചോദിക്കുന്ന റെമ്യൂണറേഷൻ നമുക്ക് കൊടുക്കാനുള്ള ഇതില്ല എന്ന് പറയും. ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞല്ലോ, ഒരു ബാക്ക് സപ്പോർട്ട് മസ്റ്റായിട്ട് വേണമല്ലോ. അപ്പോൾ അത് എനിക്ക് ഇല്ലായിരുന്നു. അത് കാരണമാണ് പലരോടും ചോദിച്ച എമൗണ്ട് കേട്ട ശരി വരും. അവർ ചോദിച്ചു, ഞാൻ എൻ്റെ ഷൂട്ടിന് വേണ്ടി ഞാനൊരു ദിവസം മാറ്റിവെക്കുന്ന എമൗണ്ടാണ് ചില അധികം ആൾക്കാരും ചോദിച്ചത്. പിന്നെ ചില ആളുകൾ 1 ഹവറിനാണ്, മണിക്കൂറിനാണ് അവർ ക്യാഷ് ചോദിച്ചത്. പക്ഷെ അത്ര എമൗണ്ടൊന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് എനിക്ക് നടന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഒരുപാട് നല്ല ഈ റെസ്റ്റോറൻറ്റ് ലൊക്കേഷൻ കാണുന്നതിന് ഭാഗമായിട്ട് ഞാൻ ഒരുപാട് നല്ല നല്ല ആംബിയൻസ് റെസ്റ്റോറൻറ്റ് കണ്ടു. എൻ്റെ കഥയിൽ ഞാൻ എൻ്റെ ഞാനൊരു കഥ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഫ്രെയിമും വിഷനും കാണുമല്ലോ, അതെന്താണെന്നുള്ളത് കറക്റ്റ് കാണേണ്ട ഒരു നല്ല 3-4 റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ എനിക്ക് തന്നില്ല. പിന്നെ അവർ വളരെ ചുരുങ്ങിയ സമയമാണ് പറഞ്ഞത്. പിന്നെ നമ്മളൊരു ബിഗിനേഴ്സ് ആണല്ലോ, അപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ ആ ലെവലിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള ആണെങ്കിൽ, നമുക്ക് അത്യാവശ്യം റീച്ചും ഫോളോവേഴ്സുള്ള ആളാണെങ്കിൽ അവർ നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും. ഞാനൊരു തുടക്കക്കാരനാണ്, ഞാനും എൻ്റെ ടീം ഒരു തുടക്കക്കാരൻ ലെവലിലായതുകൊണ്ട് അവരത്ര മൈൻഡ് ചെയ്തില്ല. പക്ഷെ അതുകൊണ്ട് എനിക്ക് ആ പ്രൊജക്റ്റ് നടക്കാതെ പോയി. സത്യത്തിലുള്ളവർ അങ്ങനെയാണ് ആ പ്രൊജക്റ്റ് നിൽക്കേണ്ടി വന്നത്. ഇതേ സെയിം ഇഷ്യൂ തന്നെയാണ് എൻ്റെ കടന്നങ്കാമുകിയും നടന്നത്. കടന്നങ്കാമുകി ഞാൻ ഒരു വലിയൊരു ഇതാണ് ഉദ്ദേശിച്ചത്, ഒരു ഫ്ലാറ്റാണ് ഉദ്ദേശിച്ചത്. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ എല്ലാവരും പറയില്ല, ഇപ്പോൾ ഒരു ലോട്ട് എടുക്കുമ്പോൾ, ഇപ്പോൾ 1 കോടിൻ്റെ ലോട്ട് എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ പറയുക, ഒരു 50 ലക്ഷം അടച്ചാൽ മതി വിചാരിക്കും ചില ആളുകൾ പറയും. ഞാൻ പറയുക വെച്ചാൽ എനിക്ക് 50,000 വേണ്ട, എനിക്കൊരു എന്താ പറയുക, ഒരു 14 രൂപ എനിക്ക് കിട്ടിയാൽ മതി. ആ ലെവലിലാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ ചില പറഞ്ഞ കാര്യമില്ല, നമ്മുടെ സിറ്റുവേഷൻ അതാണ്. അത്രയും നടക്കുകയുള്ളൂ എന്ന് അറിയാം. ഞാൻ എത്ര ശ്രമിച്ചാലും അത് നമ്മൾ വലിയൊരു ഇതിലെത്തില്ല എന്ന് നമ്മൾ കോൺഫിഡൻസ് വെച്ചാലും ചിലപ്പോൾ അത് എത്തിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാവില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലത് നമ്മൾ വളരെ വലുത് ആഗ്രഹിക്കുമ്പം അതിൽ ചെറുത് നമ്മൾ ചിന്തിച്ചാൽ മതി, ചെറുതേയും കിട്ടുമല്ലോ എന്നുള്ളത്. ഞാനതിൽ ഉദ്ദേശിക്കുന്ന ഹൈലൈറ്റ് മാൾ പോലുള്ള വലിയൊരു അപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെയുള്ള എന്താ പറയുക, 10-15 ഒരു 20 നിലയുള്ള നല്ലൊരു ബിൽഡിങ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു 50th ഫ്ലോറിൽ നടക്കുന്ന സ്റ്റോറി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ഞാൻ കഥ എഴുതുമ്പോഴും എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് വായിച്ചാൽ നിങ്ങൾക്ക് അറിയാം, കള്ളൻകാമുകി വായിച്ചാൽ നിങ്ങൾക്ക് അറിയാം സംഭവം. അതിലെ സ്റ്റോറി കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ അതിനും ഞാൻ ഒരുപാട് നടന്നിട്ടുണ്ട്. അവസാനം എൻ്റെ ഞാൻ പറഞ്ഞില്ല, കള്ളൻകാമുകി ചെയ്യുന്ന ആദ്യം ദൃശ്യയിലെ ഹീറോ ഉണ്ട്, പയ്യനുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ വീട്ടിൽ ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ അവൻ്റെ വീടിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി. ഞാൻ അവൻ ഫ്ലാറ്റിലായിരുന്നു താമസം. ഞാൻ ഓക്കെ എന്നൊക്കെ പറയുന്നു. പക്ഷേ അത് പിന്നീട് സംഭവം ഞങ്ങൾ പറഞ്ഞല്ലോ, അതിൽ ഫീമെയിൽ ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന്, പിന്നെ അതിൽ ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിൻ്റെ ഭാഗത്തുനിന്നും എനിക്ക് വലിയൊരു സപ്പോർട്ട് എനിക്ക് കിട്ടാത്തതുകൊണ്ട് അത് നടന്നില്ല. ഞാൻ ബിഗിനിങ് നടക്കുമായിരുന്നു. അപ്പോൾ പലരും ഞാനിങ്ങനെ ഇതിൻ്റെ ഷൂട്ടുകൾ നീണ്ടു പോകുമ്പോൾ എന്നോട് ക്യാമറമാനും ഇതിൻ്റെ അസിസ്റ്റൻസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഉള്ളത് വെച്ച് ചെയ്തു കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞു എൻ്റെ ലാസ്റ്റ് പെർഫോം എന്ന ഷോർട്ട് ഫിലിം, അത് ഞാൻ നല്ല രീതിയിൽ ഞാൻ ചെയ്യുന്ന ഒരുപാട് ആഗ്രഹിച്ച സംഭവമാണ്. അതിൻ്റെ പലരും കണ്ട ആളുകൾ എന്നോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, അതിൻ്റെ തീം നന്നായിരുന്നു, പക്ഷേ അല്ല മറ്റുള്ള കാര്യങ്ങൾ നീ വിചാരിച്ച പോലെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതാണ്, ഒരു വാശിയുണ്ടായിരുന്നു. എനിക്ക് പറ്റില്ല. കാരണം ഞാൻ വളരെ ഞാൻ പറഞ്ഞില്ല, ഞാനിതിൽ അത്യാവശ്യം എനിക്ക് റിഹേഴ്സലും മറ്റുള്ള കാര്യങ്ങളായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ പിന്നെ കുറച്ച് നല്ല ഹെൽപ്പായിട്ടായിരുന്നു. അതുപോലെ എൻ്റെ ഭാഗത്തുനിന്നും കുറച്ച് എമൗണ്ടൊക്കെ എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഒന്നും നടന്നില്ല. പിന്നെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എനിക്കത് നടത്തണം എന്നുള്ള വാശിയിലാണ് ഞാൻ നിന്നത്. അതിനുള്ള വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമത്തിനായിരുന്നു ആ സമയത്ത് നടന്നത്. പക്ഷേ ഒന്നും വിചാരിച്ചുകൂടെ നടന്നില്ല. കാരണം
ഞാൻ അതിൻ്റെ റിഹേഴ്സലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മെയ് മാസം മുതൽ അതിൽ ബാക്കിലായിരുന്നു ഞാൻ. ഏകദേശം ഒക്ടോബർ വരെ, ഒക്ടോബർ ഒരു സെക്കൻഡ് വീക്ക് വരെ അതിൻ്റെ ബാക്കിൽ നടന്നു. പിന്നെ അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു വേറെ വഴിയില്ലാത്തതുകൊണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ആർട്ടിസ്റ്റ് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയി. പിന്നീട് അതിന് ശേഷം ഞാൻ എൻ്റെ പുസ്തകം, ഈ ബിഗിനിങ് എന്നുള്ള പുസ്തകം ഞാൻ പബ്ലിഷ് ചെയ്തത്. ഞാൻ വെച്ച് പിന്നെ വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം ഈ സ്ക്രിപ്റ്റ് ഇപ്പോൾ പലർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനത് ബുക്കാക്കി പബ്ലിഷ് ചെയ്യിച്ചു അങ്ങനെ ഇറക്കിയാണ്. അതേശം കണ്ണൻകാമുകി എൻ്റെ സ്ക്രിപ്റ്റ് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാനത് ബുക്ക് ചെയ്ത് പബ്ലിഷ് ചെയ്ത് ഇറക്കി. അത് പക്ഷേ കണ്ണൻകാമുകിയും ഒരു 2 പാർട്ടായിട്ടാണ് ഞാനിപ്പോൾ. ഞാനത് എൻ്റെ ഫസ്റ്റ് സ്റ്റോറി പറയുമ്പോൾ ഒരു ചെറിയൊരു എൻഡിങ് വെച്ചിട്ടാണ് ഞാൻ ഇത് നിർത്തിയത്. പക്ഷേ ഇതിൽ പിന്നെ ആ കഥ കുറച്ച് എൻ്റെ മൈൻഡിലേക്ക് വന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ഇതും കൂടി ഐഡിയകൾ കിട്ടി എനിക്ക്. അത് വെച്ച് ഞാൻ എൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടില്ല. അതും ഇതുപോലെ തന്നെ. കാരണം ഞാനൊരു ബിഗിനേഴ്സാണ്. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഈ 2 പുസ്തകവും എനിക്ക് വലിയൊരു സപ്പോർട്ട് കിട്ടിയില്ല എന്ന് തന്നെ പറയാം. ഇതിൽ എന്തായാലും ഇനി നടക്കുമെന്ന് വിചാരിക്കും ഞാൻ. പിന്നെ വേറെ ചെറിയ ചെറിയ കഥകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതിനുശേഷം എൻ്റെ കുറേ എന്നെ അധികം സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ ചില ആളുകൾ തമാശക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ പൊട്ടണൊക്കെ ആളുകൾ പറയും. ചില ആളുകളുണ്ട്, ചില ആളുകൾ നല്ല രീതിയിൽ തന്നെ ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സംഭവം നല്ല അറ്റംപ്റ്റാണ്, എന്തായാലും ഇത് ഷോർട്ട് ഫിലിം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ചില ആളുകൾ പിന്നെ വളരെ നെഗറ്റീവായിട്ട് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ ഞാൻ കലയൊക്കൊന്നുമില്ല. അത് പിന്നെ നമ്മൾ തുടക്കക്കാരനാകുമ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഷോർട്ട് സിനിമ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, വ്യക്തികളുണ്ട്, എനിക്ക് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു എന്താ പറയുക, പുതിയ സംരംഭം തുടങ്ങുമ്പോൾ നമുക്ക് മസ്റ്റായിട്ട് ബാക്ക് സപ്പോർട്ട് മസ്റ്റായിട്ട് വേണം. എല്ലാം നമ്മൾ ചെയ്യാൻ നിൽക്കരുതെന്ന് എൻ്റെ ഒരു ഇത്. കാരണം നമുക്ക് വിചാരിച്ച പോലെ നമുക്ക് ക്ലിക്കാൻ പറ്റില്ല. പിന്നെ അതിനുള്ള ഫണ്ട് നമ്മുടെ കയ്യിൽ വേണം. ഇപ്പോൾ നമുക്ക് ബാക്ക് സപ്പോർട്ട് വേണ്ട, പക്ഷെ നമ്മൾ ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല, നമുക്ക് നടക്കും. ഷുവറാണത്, 100% ഗ്യാരണ്ടി ഞാൻ പറയും. കാരണം ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നമില്ല. നമുക്ക് എവിടെ വിചാരിച്ച എല്ലാ സംഭവം നമുക്ക് നല്ലൊരു ആർട്ടിസ്റ്റിനെ കിട്ടും. നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ കണ്ട പോലെ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നല്ല ലൊക്കേഷൻ കിട്ടും, എല്ലാ സംഭവം കിട്ടും. ഇപ്പോൾ എൻ്റെ ബിഗിനിങ്ങിന് വേണ്ടി ഞാൻ ഏകദേശം ഒരു 3-4 മാസം മുകളിലുള്ള ഞാൻ നടന്നു. ഞാൻ കോഴിക്കോട് സിറ്റിയിലുള്ള കോഴിക്കോട് സിറ്റി മാത്രമല്ല, കോഴിക്കോട് സിറ്റി പുറത്തുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഞാൻ നടന്നതാണ്. പക്ഷെ എനിക്ക് സംഭവം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് അതിന് വലിയ സങ്കടമുണ്ട്. ഭാവിയിൽ എപ്പോഴെങ്കിലും ഇൻഷാല്ലാഹ് നടക്കുമെന്ന് വിചാരിക്കുക. ഇപ്പം ഒരു പുതിയൊരു കണ്ടൻറ്റ് വീണ്ടും വന്നിട്ടുണ്ട്, ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ അത് വേണ്ട കാര്യങ്ങളൊന്നും ആയിട്ടില്ല. എന്തായാലും ഭാവിയിൽ എന്തായാലും ഞാൻ സ്ക്രിപ്റ്റ് വർക്കിലാണ് ഇപ്പം ഉള്ളത്. പിന്നെ അതിന് വേറെ 1-2 ചെറിയ ഒരു വെബ് സീരീസ് സ്റ്റൈലിലുള്ള ഞാൻ 2-3 ചെറിയ സാധനങ്ങൾ കഥ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എഴുത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ സ്ട്രഗിൾ എന്ന സംഭവം ഞാൻ പറയുന്നത്. ഈ സ്ട്രഗിൾ സംഭവം ഈ തീമിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നസ്ലിൻ ഹീറോയായിട്ട് അഭിനയിച്ച മോളിവുഡ് ടൈംസ് എന്ന മൂവി കാണാൻ ഇടയായ സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രഗിൾ എന്ന സംഭവം സ്ട്രഗിൾ എന്ന ഈ തീം ഞാൻ നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് എൻഡിങ് ആണ് സ്ട്രഗിളിൻ്റെ. ഇനി തേർഡ് പാർട്ടൊന്നുമില്ല സ്ട്രഗിളിന്. ഇതോടെ ഇത് അവസാനിച്ചു. അപ്പോൾ സത്യത്തിൽ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് മോളിവുഡ് ടൈംസ് എന്ന മൂവിയുടെ ക്രൂ മെമ്പേഴ്സിനോടും എല്ലാവരോടുമാണ്. കാരണം നിങ്ങൾ നല്ലൊരു അറ്റംപ്റ്റാണ് നടത്തിയിരിക്കുന്നത്. സംഭവം ഇത് എല്ലാവരും സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവരും ജയിച്ചത് മാത്രമേ എല്ലാവരും പറയും. പക്ഷേ ഇതിൽ ആ മൂവിയിൽ ഇപ്പോൾ മോളിവുഡ് ടൈംസിൽ ഞാൻ പറഞ്ഞ പരാജയപ്പെട്ട ആളുടെ വ്യക്തിയുടെ ലൈഫ് എങ്ങനെ പോകുന്നു, അവരുടെ സാഹചര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ കഥയിലേക്ക് പോകുന്നില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു മൂവി. അപ്പോൾ നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ എല്ലാവരും കാണാൻ ശ്രമിക്കുക. നമ്മൾ ജയിച്ചവരുടെ കഥ മാത്രമല്ലല്ലോ നമ്മൾ അറിയേണ്ടത്, പരാജയപ്പെട്ടവരുടെ കഥ അറിയണം. അതാണ് എൻ്റെ ലൈഫ്. അത് തന്നെയാണ്. ഞാനൊരു ഫെയിലിയറാണ്. അപ്പോൾ ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു വിജയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ കയ്യിലല്ലല്ലോ ഒന്നും, മുകളിലൊരാളുണ്ടല്ലോ ദൈവം, പുള്ളിയാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പം എല്ലാവർക്കും ശുഭദിനം. ബൈ.